ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്വിക്ക് റിവ്യൂ. ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബാരിഷ് കാൻഡിലാണ് ആൻഡ് 14,000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ക്രോസ് ചെയ്യാനുള്ളത്, അതായത് ബ്രീച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ബിക്കോസ് സ്ലോലി ബേഴ്സ് അവരുടെ ഒരു ഏരിയയിൽ ശരിക്കൊരു ഗ്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി. സോ they will take down the market. Let's see. ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സെറ്റപ്പ് നോക്കുകയായിരുന്നെങ്കിൽ മെറ്റൽ ഇന്ന് ഫെല്ലായിട്ടുള്ളത് മോർ ദാൻ 4%. അതേപോലെ തന്നെ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ്, ഓട്ടോ, IT, റിയാലിറ്റി, ഫാർമ, ഏതൊരു സെക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു 2 to 3% ലോസോട് കൂടിയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ഓപ്പൺ ചെയ്ത ഒരു ഹയർ ലെവലിലായിരുന്നു 14,453 ആൻഡ് ഇൻട്രാഡേ ഹൈ ഹിറ്റ് ഓൺലി 14,459. അതായത് 6 പോയിൻറ്റ്സിൻ്റെ ഒരു ഹൈ ആണ് നിഫ്റ്റിയിൽ ഓപ്പണിങ്ങിന് ശേഷം ഹിറ്റായിട്ടുള്ളത്. പിന്നെ അവിടുന്ന് മാർക്കറ്റ് സ്ലിപ്പ് ആവുമായിരുന്നു. ആൻഡ് ഒരു 2-3 ടൈം ട്രൈ ടു റീകൂപ്പ് മാർക്കറ്റ് ബട്ട് കുഡിൻ സക്സീഡ്. ആൻഡ് ഇന്ന് 152 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 14,281 ക്ലോസ് ചെയ്യുകയായിരുന്നു. ആൻഡ് നല്ലൊരു ബാരിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ളത്. അടുത്ത യൂണിയൻ ബഡ്ജറ്റ് വരുന്നവരെ ഹൈലി വോളറ്റൈൽ തന്നെയായിരിക്കും മാർക്കറ്റ്, ഒരു സംശയവും വേണ്ട. ആൻഡ് ഇന്നും ഇന്ത്യ വിക്സ് അപ്പ് ബൈ മോർ ദൻ 1.06%. ഒരു നെക്സ്റ്റ് ഡേ ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ 14,220 അത് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 300 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓപ്ഷൻ ഫ്രണ്ടിൽ മാക്സിമം പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 14,000-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,000-ലുമാണ്. ആൻഡ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 15,000-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 14,500-ലും. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് 14,500-ലും ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 14,400-ലും. അതേസമയം പുട്ടിൻ്റെ റേറ്റിംഗ് 14,100-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,800-ലും. ഒരു ട്രേഡിംഗ് റേഞ്ച് ഇമ്മീഡിയറ്റ് കാണപ്പെടുന്നത് 14,100 to 14,450 ആകുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഹയർ ലെവലിൽ തന്നെയാണ് ഓപ്പണിംഗ് നടന്നിട്ടുള്ളത് 32,275-ലും. ബട്ട് കുഡ് നോട്ട് സർപ്പാസ് ഇറ്റ്സ് ഹഡൽ, അതായത് 32,500 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു മേജർ ഹമ്പ്. അതെന്തായാലും ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഡെഫിനറ്റ്ലി ഓൺലി HDFC ബാങ്ക് ആയിരുന്നു ഇന്നത്തെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചാർട്ടിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. ബാക്കിയെല്ലാം റെഡിൽ തന്നെയായിരുന്നു. ആൻഡ് 435 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 31,811 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. ആൻഡ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു ബാരിഷ് ക്യാൻഡിലാണ് ഡെയിലി സ്കെയിലിൽ. സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 31,500-ലും സെക്കൻഡ് ഈസ് 31,250-ലും. അതേസമയം ഹഡൽ മെയിനായിട്ട് കാണാൻ കഴിയുന്നത് റെസിസ്റ്റൻസ് 32,200-ലും സെക്കൻഡ് ഈസ് 32,500-ലും. ആൻഡ് ഇന്ന് പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞത് UPL, PVR, റിലയൻസ്, ഏഷ്യർ മോട്ടോഴ്സ്, ടൈറ്റൻ, ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ്, HDFC ബാങ്ക്. വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ്, M&M ഫിനാൻഷ്യൽ, പെട്രോനെറ്റ്, LNG, ടാറ്റ സ്റ്റീൽ, ONGC, NMD, LIC, മഹാനഗർ ഗ്യാസ്, മണപ്പുറം ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, JSW, ഹിൻഡാൽകോ, എസ്കോർട്സ്, മെനി മോർ. അടുത്തത് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് അക്കോർഡിംഗ് ടു പിവറ്റ് ചാർട്ട്. ഫസ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്ന 14,180-ലും സെക്കൻഡ് 14,050-ലും. റെസിസ്റ്റൻസ് ഫസ്റ്റ് കാണാൻ കഴിയുന്ന 14,420-ലും സെക്കൻഡ് ഈസ് 14,550-ലും. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് 31,490-ലും സെക്കൻഡ് ഈസ് 31,170-ലും. റെസിസ്റ്റൻസ് കാണാൻ 32,280-ലും സെക്കൻഡ് 32,750-ലും. ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 14,100 ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സ്. ഇത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി അനുസരിച്ചിട്ട്
നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാവുന്നതാണ്. സോ ദർ ഇസ് നോ ടാർഗറ്റ് ഓർ ട്രിഗർ പ്രൈസ് ഫോർ ദിസ് സ്റ്റോക്സ്. ഓക്കെ, ഡു യുവർ സെൽഫ്. First one ITC, second is PVR, third Voltas, fourth one is Havells, and last one is Siemens. ഫ്രണ്ട്സ്, ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനിരിക്കുന്ന കുറച്ചധികം കമ്പനീസ് ഉണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ മെയിൻ കുറച്ച് കമ്പനികൾ പറയാമോ. ICICI Lombard General Insurance Company, Alembic Pharmaceuticals, CSB Bank, CET, DCM Sriram, L&T Infotech, അങ്ങനെ ഒത്തിരി കമ്പനീസ്. ഓക്കെ, യു ക്യാൻ ചെക്ക് വിത്ത് NSE വെബ്സൈറ്റ് ഡയറക്റ്റ്ലി ഫോർ മോർ ഇൻഫർമേഷൻ. ആൻഡ് നാളത്തെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് മൈൻട്രിയുടെ റിസൾട്ട് വന്നു. ദേ ഗോട്ട് വെരി ഹയർ പ്രോഫിറ്റ്. സോ അത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊള്ളൂ. അതേസമയം മാരുതി സുസുക്കി ഇൻക്രീസ്ഡ് പ്രൈസസ് ബൈ അപ് ടു 34,000 എക്സ് ഷോറൂം ഇൻ ഡൽഹി. ഒരു ഷോർട്ടിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാരുതി സുസുക്കിയിൽ, അതും വാച്ച് ചെയ്തോളൂ. ആൻഡ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്, അരുൺ അളകപ്പൻ tendered his resignation as MD and director of the company. സോ ഇത് മൂന്നും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ. whenever you get chance, make it. ആൻഡ് FIs ആൻഡ് DIs ഡാറ്റ നോക്കുകയാണെങ്കിൽ FIസിൻ്റെ ഭാഗത്തു നിന്നൊരു പുവർ ബൈയിങ് ആണ് നടന്നിട്ടുള്ളത്. 650 CRൻ്റെ ബൈയിങ് ഓൺലി. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സെൽ ഓഫ് വെരി പുവർ തന്നെയാണ് കാണാൻ കഴിയുന്നത്, വിച്ച് ഇസ് 42 crores ഓൺലി. F&O ബാനായിട്ടുള്ള സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ സെയിൽ, സെക്കൻഡ് വൺ ഈസ് വോഡാഫോൺ, തേർഡ് ഈസ് BHEL. ആൻഡ് ഗെയിലിൻ്റെ ഭാഗത്തു നിന്നൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് 1046 crore ഒരു ഷെയർ ബൈബാക്കാണ്. സോ വരും ദിവസങ്ങളിൽ ആ സ്റ്റോക്സും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് സെയിലിൻ്റെ OFS സബ്സ്ക്രൈബ്ഡ് ഓവർ 5 times. ഓക്കെ, സോ അതും നിങ്ങൾ വാച്ച് ചെയ്തോളൂ. സെയിൽ വിച്ച് ഈസ് വെരി ഗുഡ് സ്റ്റോക്ക്. ഡോളറിൻ്റെ ഫ്യൂച്ചർ ഇൻഡെക്സ് കുറച്ച് കൂൾ ഓഫ് ആയിട്ടുണ്ട്. ആൻഡ് US മാർക്കറ്റ് സ്റ്റിൽ ട്രേഡിങ് ഒരു നെഗറ്റീവ് മോഡിലാണ്. അതേസമയം US-ൻ്റെ ഫ്യൂച്ചേഴ്സ് ഒരു പോസിറ്റീവ് മോഡിലേക്ക് ടേൺ ആയിട്ടുണ്ട്. ബട്ട് എത്ര നേരം സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേസമയം നമ്മളുടെ നിഫ്റ്റി സ്റ്റിൽ ഒരു നെഗറ്റീവ് മോഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് SGX നിഫ്റ്റി. എന്നിട്ട് ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ ഇൻട്രാഡേ പിക്സ്. ഫസ്റ്റ് വൺ LIC ഫിനാൻസ്, ബൈ above 412, target 425. You can short below 404. Next one is Cipla, buy above 806, target 825, short below 795. Next is MFSL, buy above 692, target 705, short below 684. Next is Tata Steel, buy above 670, target 684, short below 658. Next is Bharat Forge, buy above 590, target 605, short below 578. Next one is Reliance, Bajaj Finance, Bajaj Finserv, HDFC Bank, Axis Bank. ഇത് നിങ്ങളുടെ റഡാർ കീപ്പ് ചെയ്തോളൂ. ആൻഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ട്രിഗറും ടാർഗറ്റും നാളത്തെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗണിനനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, നല്ലൊരു ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ പോയിൻറ്റ് ഇത് ഫോളോ ചെയ്യുന്നതിൽ. സോ കെയർഫുള്ളായിട്ടിരിക്കുക. ആൻഡ് 20th ജോ ബൈഡൻ്റെ സ്ഥാനാരോഹണം. അതും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഇവൻ്റാണ്, ഒരു ബിഗ് ഇവൻ്റ് തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ്. Standard disclaimer, this is all my personal views. My view may get wrong. I have all rights to be wrong. Don't follow it blindly. Consult a financial advisor before you enter the market or trade. Please don't forget to subscribe my channel. Hit the like button. Share it. Money anta illa adicholo. Ting ting. Happy trading. Take care. Good night.